നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായി കള്ളങ്ങളുടെ പെരുമഴ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, കാലങ്ങളായി അദ്ദേഹത്തിനെതിരായിട്ട് തുടങ്ങിയതാണ്. അത് പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് മാത്രം എതിരായിട്ടല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ആക്രമിക്കുന്ന നിലയിലേക്ക് ആ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, കാലങ്ങളായി തുടങ്ങി വെച്ചതാണ്. അദ്ദേഹം ആദ്യമായി MLA ആയതിനു ശേഷം ആണ് അടിയന്തരാവസ്ഥ ഇവിടെ പ്രഖ്യാപിക്കുന്നതും ആ അടിയന്തരാവസ്ഥയിൽ ഇടതുപക്ഷ MLA-മാരെയും ഇടതുപക്ഷ പ്രവർത്തകരെയും ആ അടിയന്തരാവസ്ഥ കാലത്ത് പിടിച്ചുകൊണ്ടുപോയി ജയിലിലിടുകയും ശക്തമായ നിലയിലുള്ള ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ആ സമയത്ത് പിണറായി വിജയനെ പോലീസ് കൈകാര്യം ചെയ്ത രീതിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അന്ന് ഉണ്ടായ ആക്രമണത്തിന് ശേഷം പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി വർദ്ധിത വീര്യത്തോടുകൂടി ജനസമൂഹത്തിന് നടുവിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ സാധിച്ചത്. പിന്നീട് അദ്ദേഹം മന്ത്രിയായി. ആ മന്ത്രിയായതിനു ശേഷം ലാവ്ലിൻ കരാറിന്റെ പേരിൽ അദ്ദേഹം രാജിവെക്കുകയുണ്ടായി. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയി മാറുകയാണ് ഉണ്ടായത്. ആ പാർട്ടി സെക്രട്ടറി ആയത് മുതൽ കള്ളങ്ങൾ വീണ്ടും ആവർത്തിക്കുകയായിരുന്നു. കള്ളങ്ങളുടെ ഒരു പെരുമഴ തന്നെ ആ സമയത്തുണ്ടായി. കമല ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു കമ്പനി സിംഗപ്പൂരുണ്ടെന്നും ആ സിംഗപ്പൂര് ഉണ്ടായ കമ്പനിയിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിന്റെ വീട് ആഡംബര വീടാണെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചരണവും ഉൾപ്പെടെ കള്ളങ്ങളുടെ ഒരു പെരുമഴ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ കള്ളങ്ങളെല്ലാം പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരായി വന്ന കള്ളങ്ങളെ എല്ലാം സമയാസമയത്ത് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടാവില്ല. കാര്യം, മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ എന്നുള്ള അദ്ദേഹത്തിന്റെ ആപ്തവാക്യം അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമായിരിക്കുകയാണ്. കാര്യം, അദ്ദേഹം നടന്നു വന്ന വഴികളിലെല്ലാം ഈ കള്ളങ്ങളുടെ പെരുമഴയെ ഉണ്ടായിട്ടും അതിനെയൊന്നും കൂസാതെ ഈ നില വരെ എത്തിയിരിക്കുകയാണ്. ഇപ്പോഴും ആ കള്ളങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മനോരമ, മാതൃഭൂമി പോലുള്ള മലയാള പത്രങ്ങൾ ഇതുവരെ കേട്ടുകേഴ്വിയില്ലാത്ത ആരോപണങ്ങളും നുണപ്രചരണങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നല്ല നിലയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊന്നും അദ്ദേഹത്തെ ഏശുന്നു പോലുമില്ല. അതാണ് നമുക്ക് ഇത്രയും കാലയളവിനുള്ളിൽ ഈ കേരളീയ സമൂഹത്തിന് മനസ്സിലായിട്ടുള്ളത്. എന്തായാലും ഒരു ചെറിയ വീഡിയോ ഇവിടെ കാണിക്കാം. അതിലൂടെ ഈ നടന്നു വന്ന കനൽ വഴികളിൽ അദ്ദേഹം അനുഭവിച്ച ആ കള്ളങ്ങളുടെ പെരുമഴക്കാലത്ത് അദ്ദേഹം അതിനെയൊക്കെ അതിജീവിച്ച കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്കെന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. നമസ്കാരം. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ ഭാവനയിൽ പിറന്നു വീണ ചില പിണറായി കഥകൾ. 1. കമല ഇന്റർനാഷണൽ. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യ കമല വിജയന് സിംഗപ്പൂരിൽ കമല ഇന്റർനാഷണൽ എന്നൊരു സ്ഥാപനമുണ്ടെന്നും ആയിരക്കണക്കിന് തൊഴിലാളികൾ അവിടെ പണിയെടുക്കുന്നുണ്ടെന്നും കോടിക്കണക്കിന് രൂപയുടെ മുതൽ മുടക്കിയാണ് ഈ കമ്പനി ആരംഭിച്ചതെന്നും ഒക്കെ പറഞ്ഞ് നിരവധി വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചു, പ്രചരിപ്പിച്ചു. ഒടുവിൽ അത് ഒരു കെട്ടുകഥയാണെന്ന് ബോധ്യമായി. 2. മുഖ്യമന്ത്രിയുടെ പിണറായിലുള്ള ആഡംബര വീട്. അതായത് കണ്ണൂർ പിണറായിലാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വീട്. ആ വീടിന് ചുറ്റും കൂറ്റൻ മതിലുകൾ, റിമോട്ടുള്ള വലിയ ഗേറ്റ്, മണിമാളിക, വീടിനുള്ളിൽ സ്വിമ്മിംഗ് പൂള്, അങ്ങനെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ദിവസവും 1 മണിക്കൂറെങ്കിലും ഇതിനുവേണ്ടി ചെലവിട്ടു. ഒടുവിൽ ചാവക്കാട്ടെ ഒരു വ്യവസായിയുടെ വീടിന്റെ ചിത്രം കാണിച്ചായിരുന്നു പ്രചരണമെന്ന് പുറത്തു വന്നു. ഇനിയുണ്ട് ലാവ്ലിൻ കേസ്, സ്വർണ്ണക്കടത്ത്, ബിരിയാണി ചെമ്പിൽ സ്വർണ്ണം കടത്ത്, ഖുറാനിൽ സ്വർണ്ണം കടത്ത്, ഈന്തപ്പഴ കുരുവിൽ സ്വർണ്ണം കടത്ത്, ഈന്തപ്പഴത്തിൽ സ്വർണ്ണം കടത്ത്, മാസപ്പടി, എക്സാലോജിക്ക്, വീണ വിജയൻ, മറിയ ചേട്ടത്തി, ക്ഷേമ പെൻഷൻ എന്ന് വേണ്ട കഥകളുടെ നീണ്ട ലിസ്റ്റ് ഉണ്ട്. എന്നിട്ട് എന്തായി? ലാവ്ലിൻ കേസ് ഒരു കുറ്റപത്രം പോലും തയ്യാറാക്കാൻ യോഗ്യതയില്ലാത്ത കേസാണെന്നും കണ്ടെത്തി വിചാരണ കോടതിയാണ് ആ കേസിൽ ഡിസ്ചാർജ് അനുവദിച്ചു. ആ വിധി ഹൈക്കോടതി ശരിവെച്ചു. അതും ചോദ്യം ചെയ്തുകൊണ്ട് CBI തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി പറഞ്ഞു, ഈ കേസിൽ ഒരു തെളിവിന്റെ കണികയെങ്കിലും ഹാജരാക്കിയാൽ മാത്രമേ ഈ കേസിന്റെ ഫയൽ തുറന്ന് വാദം കേൾക്കാൻ പറ്റുള്ളൂ എന്നാണ്. ഇനി സ്വർണ്ണക്കടത്ത് കേസിലോ? സ്വർണ്ണക്കടത്തിൽ സ്വപ്ന മാഡം
കസ്റ്റംസിന് പിഴയൊക്കെ അടച്ച് കേസൊക്കെ നോക്കി 2022 മെയ്യിൽ BJP കൊടുത്ത HRDSലെ ജോലിയും വീടും ഒക്കെ ആയി സുഖമായി കഴിഞ്ഞു പോകുന്നുണ്ട്. ഈന്തപ്പഴം എടുത്തവരും ബിരിയാണി ചെമ്പ് ചുവന്നവരും ഒക്കെ അന്തരീക്ഷത്തിൽ ഇപ്പോഴും തുമ്പ് തപ്പുന്നുണ്ട്. മറിയ ചേട്ടത്തിയാണെങ്കിലോ BJPയുടെ ഷോളൊക്കെ ഇട്ട് വീട്ടിലേക്ക് പോയി. ഇനി CMRലും എക്സാലോജിക്കും മാസപ്പടിയും ഇവയ്ക്കൊക്കെ എന്തുപറ്റി? വിജിലൻസ് കോടതിയും ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഒക്കെ ഈ കേസ് തള്ളിയപ്പോ ഹർജിയുമായിട്ട് സുപ്രീം കോടതിയെ സമീപിച്ച ഒരു കോൺഗ്രസ് MLAയോട് സുപ്രീം കോടതി പറഞ്ഞത് രാഷ്ട്രീയ തർക്കങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് കോടതിയിലല്ല എന്നാണ്. അത്തരം കാര്യങ്ങൾക്ക് സുപ്രീം കോടതിയെ വേദിയാക്കരുതെന്നും ഹോണറബിൾ ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകി. എന്നിട്ട് 10 ലക്ഷം രൂപ പിഴയിടട്ടെ എന്നുകൂടി ചോദിച്ച് കേസ് തള്ളിക്കളഞ്ഞു. ഇനി പണ്ടത്തെ വേറൊരു വാർത്ത കൂടിയുണ്ട്. മാതൃഭൂമിയുടെ തലക്കെട്ട് തലസ്ഥാനം കത്തുന്നു. സെക്രട്ടേറിയറ്റിൽ ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് മൂലം ചെറിയ തീപിടുത്തം, ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ച് അണയ്ക്കാനായി. അത് സ്വർണ്ണക്കടത്ത് കേസിലെ ഫയൽ കത്തിച്ചതിന്റെ തീയാണ്. ഏത്? ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് ദുബായ് സർക്കാരിന്റെ വിമാനത്തിൽ ദുബായ് സർക്കാരിന്റെ നയതന്ത്ര കാര്യാലയത്തിലെ ഉദ്യോഗസ്ഥർ സ്വർണം കടത്തിയതിന് സെക്രട്ടേറിയറ്റിലെ ഫയൽ. അതും കള്ളക്കടത്ത് ഫയൽ. കള്ളക്കടത്തുകാർ ഫയൽ എഴുതി സെക്രട്ടേറിയറ്റിൽ സൂക്ഷിച്ചിട്ടാണല്ലോ കള്ളക്കടത്തിന് പോകുന്നത്. എന്തായാലും അതിനെ തുടർന്നായിരുന്നു നേരത്തെ പറഞ്ഞ CMRലും എക്സാലോജിക്കും മാസപ്പടിയും ഒക്കെ ഉണ്ടായത്. മാസപ്പടി എന്ന പേര് പോലും ആദ്യമായിട്ട് കൊണ്ടുവന്ന മനോരമയായിരുന്നു. എന്തായാലും CMR കേസിലെ ഹർജി സുപ്രീം കോടതി ചവിറ്റൂട്ടയിൽ തള്ളിയതോടെ തലക്കടിയിട്ടിരിക്കുന്നത് സുപ്രീം കോടതി ചീത്ത പറഞ്ഞോടിച്ച മറ്റേ MLAക്ക് മാത്രമല്ല, തന്റെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞ മാസപ്പടി ഉൾപ്പെടെയുള്ള സസ്പെൻസ് ത്രില്ലറുകൾ വെല്ലുന്ന വ്യാജ വാർത്തകളൊക്കെ ആദ്യം നൽകിയ മനോരമയ്ക്കും അവരുടെ ഡൽഹിയിലെ ലേഖകനും ഒക്കെ കൂടിയാണ്. മാസപ്പടി കേസ് 1-ാം പേജിൽ മാസങ്ങളോളം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എഴുതിവിട്ടതൊക്കെ അവസാനം 12-ാമത്തെ പേജിൽ 2 കോളം വാർത്തയാക്കി ഒതുക്കേണ്ടി വന്ന മനോരമ ഇതെങ്ങനെ സഹിക്കും? 19 വർഷമായി കഠിന പ്രയത്നം തുടങ്ങിയിട്ട് മനോരമയ്ക്ക് ഇതെങ്ങനെ സഹിക്കാൻ പറ്റും? അപ്പോഴാണ് പുതിയത്. മുഖ്യമന്ത്രിയുടെ മകന് EDയുടെ സമൻസ്. എന്ന് 2 വർഷങ്ങൾക്ക് മുൻപത്തെ സമൻസ്. അതും ക്ലിഫ് ഹൗസിന്റെ മേൽവിലാസത്തിൽ. വിലാസം തെറ്റാതിരിക്കാൻ കൈപ്പടയിൽ എഴുതിയ സമൻസ്. ഒക്ടോബർ 12-ന് മുൻപേജിൽ പറഞ്ഞത് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിലെ സമൻസ് ആണെന്നായിരുന്നു. ഒക്ടോബർ 14-ന് മനോരമ പറഞ്ഞത് ലാവ്ലിൻ കേസിലെ സമൻസ് ആണെന്നാണ്. എന്തായാലും സമൻസ് അയച്ചെങ്കിലും തുടർന്ന് എന്താണ് സംഭവിച്ചെന്ന് 2 വർഷമായിട്ട് അറിയില്ല. ഒരു സമൻസിന്റെ പേരിൽ ന്യായീകരിക്കാൻ മനോരമ പഴുത് തേടിക്കൊണ്ടിരിക്കുകയാണ്. കാലം മാറിയത് ഇവരാരും അറിഞ്ഞിട്ടില്ല. ഒന്ന് മാറ്റിപ്പിടിച്ചൂടെ? പ്രതിപക്ഷം കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങൾക്കും കൃത്യമായ മറുപടി പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അതിന് തടയിടുകയാണ്. കാര്യം, പ്രതിപക്ഷം കൊണ്ടുവരുന്ന എല്ലാ ഉപജാപക വൃന്ദങ്ങളുടെയും ആരോപണങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കാതെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകി നല്ല നിലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഏറ്റവും അവസാനം വന്ന മകനെതിരായിട്ടുള്ള ആരോപണവും മണിക്കൂറുകൾക്കുള്ളിൽ അത് ചീറ്റിപ്പോയിരിക്കുകയാണ്. ഇത് തന്നെയായിരുന്നു വർഷങ്ങളായി ഇവർ ചെയ്തുകൊണ്ടിരുന്നതും. പാർട്ടി സെക്രട്ടറി ആയത് മുതൽ അദ്ദേഹം മുഖ്യമന്ത്രിയായ സമയം വരെയും നല്ല നിലയിൽ അദ്ദേഹത്തെ ആക്രമിച്ചിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി ആകാതിരിക്കുന്നതിനും ഈ പൊതുസമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിനും വേണ്ടിയിട്ടായിരുന്നു ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഫലമായി അദ്ദേഹത്തിന് ഈ പാർലമെന്ററി രംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നത് ഏകദേശം 20 വർഷക്കാലത്തോളമാണ്. ഈ 20 വർഷക്കാലം നഷ്ടപ്പെടുത്തിയത് ഒരുപക്ഷെ നമ്മുടെ കേരളത്തിന് അഭിമാനകരമായ കുറെ നേട്ടങ്ങൾ കൂടി നേടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നേനെ. കാര്യം, അദ്ദേഹം പാർലമെന്ററി രംഗത്ത് വന്ന് നല്ല നിലയിൽ പ്രവർത്തിച്ച കേരളത്തെ മാറ്റുന്ന നിലയിൽ നല്ല നിലയിലുള്ള ഒരു പ്രവർത്തനം ഇവിടെ കാഴ്ചവെക്കാൻ സാധിക്കുമായിരുന്നു. എന്തായാലും അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രിയായി. ഇപ്പോ 2-ാം ടേമും മുഖ്യമന്ത്രിയായി 3-ാമത്തെ ടേമിലേക്ക് ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയതോടുകൂടിയാണ് പ്രതിപക്ഷം ഈ ഇല്ലാത്ത ആരോപണങ്ങൾ നല്ല നിലയിൽ അവർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇല്ലാത്ത ആരോപണങ്ങളുടെ പെരുമഴക്കാലത്ത് അദ്ദേഹം സധൈര്യം മുന്നോട്ട് പോകണമെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാക്കിനാണ് യഥാർത്ഥത്തിൽ ഇവിടെ വില കൽപ്പിക്കുന്നത്. മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ.